ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മലയാളം ഷെയർസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഗുഡ് ഈവനിങ്. സോ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഇന്ന് മാർക്കറ്റ് എങ്ങനെയാണ് സമാപിച്ചിരിക്കുന്നത്, ടോപ്പ് ഗെയിനേഴ്സ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ ഏതൊക്കെയാണ്, അതുപോലെ ടോപ്പ് ലൂസേഴ്സ് ആയത് ഏതൊക്കെയാണ്, ഇനി ബ്രേക്ക്ഔട്ട് വരാൻ സാധ്യതയുള്ള സ്വിംഗ് ട്രേഡിംഗ് സ്റ്റോക്കുകൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ നിഫ്റ്റി ഇന്ന് സൈഡ് വേസ് ക്യാൻഡിലാണ് ഫോം ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നേരത്തെ ഫോം ചെയ്ത ക്യാൻഡിലകത്ത് ആ ഒരു ലെവൽ തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, അതുകൊണ്ടാണ് സൈഡ് വേസ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഇന്ന് നമുക്ക് ഒത്തിരി ഇൻട്രാഡേ കോൾസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ബട്ട് ക്യാൻഡിൽ വൈസ് നോക്കുകയാണെങ്കിൽ സ്റ്റിൽ നെഗറ്റീവ് തന്നെയാണ്. ബാങ്ക് നിഫ്റ്റി 18 പോയിന്റ്സ് നെഗറ്റീവിൽ ക്ലോസ് ആയി. നിഫ്റ്റി 32 പോയിന്റ്സ് പോസിറ്റീവ് ആയിട്ടാണ് ക്ലോസ് ആയിരിക്കുന്നത്. എന്നാലും സ്റ്റിൽ നമ്മൾ നേരത്തെ ആ ഒരു പറഞ്ഞ ലെവലിൽ മുകളിൽ പോയാൽ അപ് ട്രെൻഡ് നമുക്ക് ഉറപ്പിക്കാനായിട്ട് പറ്റത്തുള്ളൂ. സോ ഇപ്പോഴ് നെഗറ്റീവ് തന്നെയാണ്. ഓക്കെ, ഫിൻ നിഫ്റ്റി 17 പോയിന്റ്സ് നെഗറ്റീവ് ആണ്. മിഡ് ക്യാപ്പ് വീണ്ടും ഡൗൺ ട്രെൻഡ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. സെൻസസ് 104 പോയിന്റ്സ് പോസിറ്റീവ് ആണ്. ബട്ട് സ്റ്റിൽ 10,700 ബിലോ പോവുകയാണെങ്കിൽ അതൊരു 9,700 ആ ഒരു റേഞ്ചിലേക്ക് താഴേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ബിഗ്ഗസ്റ്റ് ഗെയിനർ ആയത് ടാറ്റ സ്റ്റീൽ, ബിഗ്ഗസ്റ്റ് ലൂസർ ആയത് ടാറ്റ കൺസ്യൂമർ പ്രോഡക്ട്സ്. നല്ല പെർഫോം ചെയ്തിരിക്കുന്ന നിഫ്റ്റി മെറ്റൽ, വേഴ്സ്റ്റ് ആയിട്ട് പെർഫോം ചെയ്തിരിക്കുന്നത് നിഫ്റ്റി IT സെക്ടറുമാകുന്നു. അപ്പോൾ ഇന്ന് ടോപ്പ് ഗെയിനേഴ്സിൽ ഏതൊക്കെ സ്റ്റോക്കാണ് വന്നിട്ടുള്ളത് എന്ന് നമുക്ക് നോക്കാം. ഒത്തിരി സ്റ്റോക്കുകൾ പോസിറ്റീവ് ആയിട്ടുണ്ട്. അതിൽ കുറേ സ്റ്റോക്കുകൾ 5% ഫ്രീസ് വന്നിട്ടുണ്ട്. സോ ആ സ്റ്റോക്കുകളൊക്കെ വീണ്ടും ബ്രേക്ക്ഔട്ട് ആവാനുള്ള സാധ്യതയുണ്ട്. നിഫ്റ്റി 500 മാക്രോടെക് ഡെവലപ്പേഴ്സ്, ഈ ഒരു സ്റ്റോക്ക് 7.7 കയറിയിട്ടുണ്ട്. അതുപോലെ വി മാർട്ട് 6.70%. അതുപോലെ ഗോദ്രേജ് ഫിലിപ്സ് 6.37, ഫിനോലെക്സ് ഇൻഡസ്ട്രീസ്, ദർമാക്സ് 5.93%. ടാറ്റ സ്റ്റീൽ ഇന്ന് നല്ല പെർഫോം ചെയ്തിട്ടുണ്ട്. ഓക്കെ, ടാറ്റ സ്റ്റീൽ. സെൻസാർ ടെക്നോളജീസ് നല്ല പെർഫോം ചെയ്തിരിക്കുകയാണ്. ജിൻഡാൽ സ്റ്റീൽ, ലിൻഡെ ഇന്ത്യ, അതുപോലെ അവന്തി ഫീഡ്സ്, പേടിഎം, വൊക്ഹാർട്ട് ഫാർമ, സൺ ഫാർമ, ക്രിസിൽ തുടങ്ങിയ സ്റ്റോക്കിലെല്ലാം 5% ഫ്രീസ് ആയിട്ടുണ്ട്. APL അപ്പോളോ, പിന്നെ TV 18 ബ്രോഡ്കാസ്റ്റ് തുടങ്ങിയ സ്റ്റോക്കിലാണ് ഇന്ന് ടോപ്പ് ഗെയിനേഴ്സ് ലിസ്റ്റിൽ വന്നിരിക്കുന്നത്. ടോപ്പ് ലൂസേഴ്സ് ആയത് BCG, ബ്രൈറ്റ്കോം ഗ്രൂപ്പ്, പിന്നെ അതുപോലെ കൊംഫോർജ് എന്നുള്ള ആ ഒരു സ്റ്റോക്ക് ടോപ്പ് ലൂസേഴ്സിൽ വന്നിട്ടുണ്ട്. പിന്നെ GPPL 5%, ടാറ്റ ഇൻവെസ്റ്റ്മെൻറ്റ്, ഹഡ്കോ, ATGL, NCC തുടങ്ങിയ സ്റ്റോക്കിലാണ് ടോപ്പ് ലൂസേഴ്സ് ലിസ്റ്റിൽ വന്നിരിക്കുന്നത്. ഓക്കെ, സോ ഇനി ബ്രേക്ക്ഔട്ട് തരാൻ സാധ്യതയുള്ള സ്വിംഗ് ട്രേഡിംഗ് സ്റ്റോക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പം അതിന് മുന്നേ ഞാനൊരു ഡിസ്ക്ലൈമർ ആവർത്തിക്കുകയാണ്. ഞാൻ സെബി രജിസ്റ്റേർഡ് ആയിട്ടുള്ള അനലിസ്റ്റ് അല്ല. സോ ഈ ഒരു മലയാളം ഷെയറിൽ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ് വീഡിയോ ഇടുന്നത്. നിങ്ങൾ ഈ ഒരു സ്റ്റോക്ക് ടെക്നിക്കലായിട്ടും ഫിനാൻഷ്യലായിട്ടും ഫണ്ടമെൻ്റലി ഈ ഒരു സ്റ്റോക്ക് നല്ല ഒരു സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോക്കാണോ, മാർക്കറ്റ് ഡയറക്ഷൻ എങ്ങനെയാണ്, ആ പർട്ടിക്കുലർ സെക്ടർ എങ്ങനെ പെർഫോം ചെയ്യുന്നു, അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ സ്റ്റോക്കിന് പോസിറ്റീവ് ന്യൂസ് ഉണ്ടോ, ഇതൊക്കെ ബേസ് ചെയ്തിട്ട് എന്തുകൊണ്ട് ഈ സ്റ്റോക്ക് കയറുന്നു എന്നൊക്കെ നിങ്ങൾ അനലൈസ് ചെയ്യണം. എന്നിട്ട് മാത്രമേ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പാടുള്ളൂ. ഓക്കെ, സ്വിംഗ് ട്രേഡിംഗ് എന്ന് പറയുമ്പോൾ 2 weeks to 1 month ആണ് ടൈം ഫ്രെയിം. സോ ആ ഒരു ടൈം ഫ്രെയിം വരെ നമ്മൾ വെയിറ്റ് ചെയ്താലേ ടാർഗറ്റ് ഹിറ്റ് ആകത്തുള്ളൂ. ചിലപ്പോൾ 1 to 2 ഡേയ്സിനുള്ളിൽ ഹിറ്റ് ചെയ്തെന്നിരിക്കാം. സോ എല്ലാം മാർക്കറ്റ് കണ്ടീഷൻ ബേസ് ചെയ്തിട്ടാണ്. ഇതിൽ ഫസ്റ്റ് അനലിസ്റ്റുകൾ ടോപ്പ് ബ്രോക്കിങ്സ് ഇനി നല്ല ഉയരാൻ സാധ്യതയുണ്ട് എന്ന് റെക്കമെൻഡ് ചെയ്ത സ്റ്റോക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അതിൽ ഫസ്റ്റ് ITC ആണ് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ ITC ഇന്ന് 0.39% ഡൗൺ ആണ്. അതായത് 417 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. ബട്ട് 419 ബ്രേക്ക് ചെയ്ത് മുകളിൽ പോവുകയാണെങ്കിൽ 3 to 4 വീക്സിനുള്ളിൽ 475 വരെ പോകുമെന്നാണ് ആനന്ദ് രതി റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത്. 390 സ്റ്റോപ്പ് ലോസും പറഞ്ഞിരിക്കുന്നു. ദെൻ സെക്കൻഡ് സ്റ്റോക്ക് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത് AGS ലോജിസ്റ്റിക്സ്, ഈ ഒരു സ്റ്റോക്കാണ്. ഇപ്പോൾ 397 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. 430 ആണ് ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത്. 13% വരെ ഉയരാൻ സാധ്യതയുണ്ട് 3 to 4 വീക്സിനുള്ളിൽ. അതിൻ്റെ സ്റ്റോപ്പ് ലോസ് 355 വയ്ക്കാം. ഓക്കെ, ദെൻ UPL ഇന്ന് 466, 1.92% ഡൗൺ ആയിട്ടുണ്ട്. സോ
സോ 475 ബ്രേക്ക് ചെയ്ത് മുകളിൽ പോവുകയാണെങ്കിൽ 505 വരെ പോകാൻ സാധ്യതയുണ്ട്. 440 ഇന്ത്യ സ്റ്റോപ്പ് ലോസ് വയ്ക്കുക. 6% വരെ റിട്ടേൺസ് ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. സന്ദാർ ടെക്നോളജീസ് ഈ ഒരു സ്റ്റോക്ക് 502 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. 550 വരെ പോകാൻ സാധ്യതയുണ്ട്. ഓക്കെ, 13% ഉയരാൻ സാധ്യതയുണ്ട്. 465 ഇന്ത്യ സ്റ്റോപ്പ് ലോസ് വയ്ക്കുക. അപ്പോൾ 568 ബ്രേക്ക് ചെയ്ത് മുകളിൽ പോവുകയാണെങ്കിൽ 610 വരെ പോകാൻ സാധ്യതയുണ്ട്. എന്നാൽ 545 ഇന്ത്യ സ്റ്റോപ്പ് ലോസ് വയ്ക്കുക. 8% വരെ വരാൻ സാധ്യതയുള്ള നല്ലൊരു സ്റ്റോക്കാണ് ICICI Prudential. ദെൻ കൊച്ചിൻ ഷിപ്പ്യാർഡ് 1.68% ഇന്ന് താഴേക്ക് പോയിട്ടുണ്ട്. ഓക്കെ, 900 ബ്രേക്ക് ചെയ്യണം. 900 ബ്രേക്ക് ചെയ്ത് ഇപ്പോൾ 876 ട്രേഡ് ചെയ്യുന്നു. 885 ബ്രേക്ക് ചെയ്ത് മുകളിൽ പോയാൽ 900, 1045, 1085 വരെ പോകാൻ സാധ്യതയുണ്ട്. എന്നാലും 1 മന്ത് ആണ് സോ ആ ഒരു ടൈം ഫ്രെയിം വരുന്നത്. സോ വെയിറ്റ് ചെയ്താൽ ഈ സ്റ്റോക്കിൽ ആ ഒരു ടാർഗറ്റ് വരത്തുള്ളൂ. സ്റ്റോപ്പ് ലോസ് 785 വയ്ക്കുക. 22% വരെ റിട്ടേൺസ് വരാൻ സാധ്യതയുള്ള ഒരു സ്റ്റോക്കാണ്. ദെൻ HDFC ലൈഫ് 634 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. ഓക്കെ, 665 ബ്രേക്ക് ചെയ്ത് മുകളിൽ പോവുകയാണെങ്കിൽ 685 വരെ പോകാൻ സാധ്യതയുണ്ട്. 597 ആണ് സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടത്. 8% വരെ ഉയരാൻ സാധ്യതയുള്ള ഒരു സ്റ്റോക്കാണ്. അതുപോലെ ശ്രീറാം പ്രോപ്പർട്ടീസ് 107 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. സോ 120 ആണ് ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത്. സ്റ്റോപ്പ് ലോസ് 99 വയ്ക്കുക. 13% വരെ ഉയരാൻ സാധ്യതയുണ്ട്. ഇതല്ലാതെ ബ്രേക്കൗട്ട് തരാൻ സാധ്യതയുള്ള സ്റ്റോക്കുകൾ ധർമാക്സ്. സോ ധർമാക്സ് ഇന്നിപ്പോൾ 5.93% തന്നിട്ടുണ്ട്. ഇതൊരു ട്രെൻഡ് ലൈൻ ബ്രേക്കൗട്ടാണ്. സോ 3750 ബ്രേക്ക് ചെയ്ത് മുകളിൽ പോവുകയാണെങ്കിൽ നല്ലൊരു അപ് ട്രെൻഡ് വരാൻ സാധ്യതയുള്ള സ്റ്റോക്കാണ്. അതുപോലെ നെക്സ്റ്റ് സ്റ്റോക്ക് വോക്ഹാർട്ട് ഫാർമ ഇന്ന് 5% ഫ്രീസ് ആയിട്ടുള്ളൊരു സ്റ്റോക്കാണ്. സോ ഈ ഒരു സ്റ്റോക്ക് 535 ബ്രേക്ക് ചെയ്ത് മുകളിൽ പോവുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നല്ലൊരു ബ്രേക്കൗട്ടിന് സാധ്യതയുണ്ട്. 535 മുകളിൽ പോവുകയാണെങ്കിൽ മാത്രം മേടിക്കുക. ഓക്കെ, ദെൻ പേടിഎം 5% ഫ്രീസ് ആയിട്ടുണ്ട്. സോ ഈ ഒരു സ്റ്റോക്ക് 10 to 15% വരെ നമുക്ക് പ്രോഫിറ്റ് കിട്ടാൻ സാധ്യതയുള്ള നല്ലൊരു സ്റ്റോക്കാണ്. ഇത് നിങ്ങൾ അനലൈസ് ചെയ്തിട്ട് മാത്രമേ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പാടുള്ളൂ. അതുപോലെ ക്രിസിലും അതുപോലെ തന്നെ റിട്രേസ്മെൻറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. റിട്രേസ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ മേടിക്കുക. അതുപോലെ പ്രോക്ടർ ആൻഡ് ഗാമ്പിൾ 4.23% ഇന്ന് കയറിയിട്ടുണ്ട്. അപ്പം നല്ല പ്രൈസി സ്റ്റോക്ക് ആയതുകൊണ്ട് റിസ്ക് കൂടുതലാണ്. നിങ്ങൾ അനലൈസ് ചെയ്യാതെ ഈ ഒരു സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പാടില്ല. ഓക്കെ, അപ്പോൾ 16,420 ട്രേഡ് ചെയ്യുന്നു. 16,450 ബ്രേക്ക് ചെയ്ത് മുകളിൽ പോകുമ്പോഴത്തേക്ക് നല്ലൊരു ബൈങ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ബട്ട് സ്റ്റിൽ റിസ്കി സ്റ്റോക്കാണ്, പ്രൈസി ആണ്. അതും കൂടി നോക്കാം. ദെൻ KPR മിൽ ഇൻവേഴ്സ് ഹെഡ് ആൻഡ് ഷോൾഡേഴ്സ് ഫോം ചെയ്തിട്ടുണ്ട് പാറ്റേൺ. സോ 805 മുകളിൽ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് മേടിക്കാം. രാവിലെ ആരും ട്രേഡ് ചെയ്യാൻ നിൽക്കേണ്ട, ജസ്റ്റ് മാർക്കറ്റ് അനലൈസ് ചെയ്യുക, എന്നിട്ട് ആഫ്റ്റർനൂൺ കഴിഞ്ഞിട്ട് സ്റ്റോക്ക് മേടിക്കുക. അപ്പോഴായിരിക്കും നിങ്ങൾക്ക് ആ ഒരു സ്റ്റോക്കിൻ്റെ മൂവ്മെൻറ്റ് കറക്റ്റായിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. ചിലപ്പം രാവിലെ കയറിയിട്ട് പിന്നെ ഡൗണിൽ പോവുകയാണെങ്കിൽ 794 ആ ഒരു റേഞ്ച് വരികയാണെങ്കിൽ മേടിക്കേണ്ട. അതേസമയം 805, 806, 807 പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സ്റ്റോക്ക് നമുക്ക് മേടിക്കാം. ഇതിൽ നമ്മൾ കുറച്ച് സ്റ്റോക്കുകളാണ് ബ്രേക്കൗട്ടിന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതല്ലാതെ സ്വിംഗ് ട്രേഡിന് വേറെ ഏതൊക്കെ സ്റ്റോക്കുകൾ നല്ല ഫോക്കസ് ചെയ്യാം എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻസിൽ രേഖപ്പെടുത്തുക. മലയാളം ഷെയറുടെ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ ഉടനെ വരുന്നതായിരിക്കും. കമൻറ്റിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. മലയാളം ഷെയറുടെ ടെലഗ്രാം ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഡെയിലി സ്റ്റോക്ക് മാർക്കറ്റ് ന്യൂസുകൾ, ടിപ്സുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഫ്രീ ആയിട്ട്. ഇൻട്രാഡേ അതുപോലെ ഡെലിവറിയുടെ ടിപ്സുകളാണ്. ദെൻ പ്ലേലിസ്റ്റിൽ ബിഗിനേഴ്സിന് വേണ്ടി പുതിയ വീഡിയോസൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്.
അതുപോലെ ഓൾഡ് വീഡിയോസും ഉണ്ട്, അതും കൂടി ചെക്ക് ചെയ്യുക. എങ്ങനെ നമുക്ക് ചാർട്ട് പാറ്റേൺസ് മനസ്സിലാക്കാം, ട്രേഡിംഗ് സ്ട്രാറ്റജീസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. നാളത്തെ ട്രേഡിംഗ് നിങ്ങൾക്ക് എല്ലാ രീതിയിലും സക്സസ്ഫുൾ ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.